ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. വിവേകിതമായ നല്ല സന്ധ്യക്കായി കർത്താവിന് സ്തോത്രം അർപ്പിക്കുന്നു. കോട്ടേജ് മീറ്റിംഗായി പ്രിയപ്രവർത്തനം കൂടാൻ ദൈവം നമുക്ക് അവസരം തന്നതിനായി കർത്താവിന് സകല പുകഴ്ച അർപ്പിക്കുന്നു. പ്രിയ ജിജി പാസ്റ്റർ, എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ സഹോദരൻ, പ്രിയപ്പെട്ടവർ, എൻ്റെ സഹധർമ്മിണിയുടെ പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഇന്ന് രാത്രി മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നല്ലോ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ദൈവസഭയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നു ചേരാൻ ആകത്തോളം ആളുകൾക്ക് കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. സതിയാൻ്റിക്ക് മാത്രം അല്പശാരീരമായ അസ്വസ്ഥതകൾ ഉണ്ട്. പൂർണ്ണമായി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ദൈവസഭ ഓർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം നമുക്കുള്ളതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെല്ലാവരും യോഗത്തിലിരിക്കുന്നവരാണ്. ഒരെണ്ണം അനങ്ങുന്നുമില്ല, മിണ്ടുന്നുമില്ല. എല്ലാവരും അങ്ങ് ആസ്വദിക്കായിരിക്കും അല്ലേ? നോ പ്രോബ്ലം. എനിക്ക് എന്നെ സംബന്ധിച്ചോളം സൈലന്റ് ആകുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ദൈവശലാകുമ്പോൾ ഒരു സ്വോത്രം പറയുന്നത് നന്നായിരിക്കുമല്ലോ, ഞാൻ ചിന്തിച്ചുള്ളൂ. ഏതായാലും നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ നാട്ടുകാർ പറഞ്ഞ കൂസുകാരനല്ലേ സ്വോത്രം, പിന്നെ അതനുസരിച്ച് എനിക്ക് ജീവിക്കുക എന്നല്ലെന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഇതുമാകട്ടെ. പ്രിയ ദേവാസം പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ നമുക്ക് ക്ലേശങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ വിടുതലെന്നൊരു ദൈവം നമുക്കുള്ളത് ഓർക്കുമ്പോഴൊക്കെ മനസ്സിലായോ? സ്തോത്രം. മനസ്സിലായോ? ദൈവം നമുക്ക് നന്മകളൊക്കെ ഇടയ്ക്കൊക്കെ ഓർത്താൽ മതി. സ്തോത്രം പറയാൻ വേറെ ഒന്നും വേണ്ട. എങ്ങനെ നമ്മളെ അത്ഭുതമായി അതിശയമായി വഴി നടത്തുന്ന ചിന്ത എപ്പോഴും നമ്മളെ ഭരിച്ചാൽ ഇടവിടാതെ സ്തോത്രം ചെയ്യാൻ അത് ധാരാളം മതി. സ്തോത്രം. അതുകൊണ്ട് വലിയ വലിയ എന്താ പറയുക, ഒരു പ്രിന്റ് ഔട്ട് കൊടുക്കത്തക്ക നിലയിലുള്ള 10 വരെ അറിയിക്കത്തക്കുള്ള ഒരു അത്ഭുതങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഓരോ ദിവസവും ക്രിസ്തുവേശു ദിവസമായി നടക്കുന്നല്ലോ. അതാണ് നമുക്ക് ദൈവത്തിലെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തുന്ന ഒരു വേദഭാഗം വായിച്ച ചില കാര്യങ്ങൾ പറഞ്ഞാൽ വേഗത്തിൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 12 verse 1 and 2. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, പെട്ടെന്ന് വായിച്ചാൽ മതി. റോമൻസ് ചാപ്റ്റർ 12 verse 1 and 2. ഓക്കെ. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സറിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ആമേൻ. നല്ല വചനത്തിനായി ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും സുപരിതമായിട്ടുള്ള വേദഭാഗമാണ് വായിച്ചത്. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. വളരെ മനോഹരമായൊരു വാക്യം. സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതിന് വാസ്തവത്തിൽ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ അല്ല തുടങ്ങേണ്ടത്. മറ്റൊരു വാക്കോട് ചേർന്ന് പറഞ്ഞു therefore എന്നൊരു പദം കൂടെ ഉണ്ടെങ്കിൽ ആ വാക്യം കറക്റ്റ് ആവും. മലയാളത്തിൽ വരും അതില്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ എല്ലാ ഇംഗ്ലീഷ് ബൈബിളാണെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് പിടി കിട്ടും. അങ്ങനല്ലേ? Therefore, brethren, I beseech you by the mercies of God that you may present your bodies as a living sacrifice, holy and acceptable unto God എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. Thou shalt not be conformed to this world. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട്. എനിക്ക് ഈ ലേഖനങ്ങൾ 21 ഉണ്ടെങ്കിലും അതിലേറ്റവും ഈടുറ്റ 4 ലേഖനങ്ങളുണ്ട്. അതിലൊരു പടി കൂടെ ഘനശാലിത്വം തുളുമ്പി നിൽക്കുന്ന ലേഖനമാണ് റോമാലേഖനം. മറ്റൊന്ന് എബ്രായ ലേഖനമാണ്. പിന്നെ ഉള്ളത് എഫേസ്യ ലേഖനം, അത് കഴിഞ്ഞാൽ കൊലോസ്യ ലേഖനം. ഈ 4 ലേഖനങ്ങളും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തിരുവഴുത്തിനകത്തുള്ള 4 ലേഖനങ്ങളാണ്. അത് റോമാലേഖനം ഒരു പക്ഷേ പെട്ടെന്ന് നമുക്ക് അത്ര ഡൈജസ്റ്റ് ആക്കാൻ സാധ്യതയില്ല. അത് വായിച്ച് ഓരോരുത്തർ വ്യാഖ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പം നെഞ്ചത്തടിച്ച് അങ്ങ് ചാകാൻ തോന്നിപ്പോകും. കാരണം ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ വേറെ റൂട്ട് കൂടൊക്കെ അത് കൊണ്ടുപോകുന്നത്. ഓക്കെ, നമുക്ക് അവരെ കുറ്റം പറയാൻ ഒക്കുന്നില്ല. അവർക്ക് കിട്ടിയ എന്താ പറയുക വെളിച്ചമനുസരിച്ച് അവരത് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ അവരെ തരം താഴ്ത്തി കാണാനോട്ടോ ചെറുതാക്കാനോട്ടോ ഒന്നും പറഞ്ഞതല്ല. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ റോമാലേഖനം
അത് ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഇത് കൊടുത്തപ്പം മേടിക്കുമായിരുന്നു, അത് മേടിച്ചത്തിന് അത് വായിക്കുമായിരുന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ റോമാലേഖനത്തിൽ ഞാൻ ആ പശ്ചാത്തലത്തിലേക്ക് പോയാൽ ഒരു കാര്യം നടക്കുകയില്ല. എങ്കിലും ഞാൻ ഈ 12ന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ചെറിയ ശ്രമം മാത്രമാണ് നടത്തുന്നത്. ഈ റോമാലേഖനം റോമിൽ കൊടുക്കുന്ന വ്യക്തി സെൻകറിയ അല്ലെങ്കിൽ സെഞ്ചറിയ എന്നൊക്കെ പറയുന്ന കൊരിന്തു പട്ടണത്തിലെ ഒരു ചെറിയ ഭാഗമായ സെൻകറിയയിൽ നിന്നുള്ള ഫീബിയ അല്ലെങ്കിൽ മലയാളത്തിൽ ഫേബ എന്ന് കൊടുത്തിട്ടുണ്ട്. അന്ന് പറഞ്ഞ സഹോദരിയാണ് ഇത് റോമിൽ കൊടുക്കുന്നത്. ഈ സെൻകറിയ എന്ന് പറയുന്ന സ്ഥലം ഒരു തുറമുഖ പട്ടണമാണ്. തുറമുഖ പട്ടണം വെറുതെ പറഞ്ഞു പോയാൽ പോരാ, ലോകത്തിലെ എല്ലാ മ്ലേച്ഛതകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പട്ടണമാണേത് സെൻകറിയ. ഈ കൊരിന്തു പട്ടണത്തിന്റെ ഒരു പ്രശ്നം, നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ കൈ പോക്കണേ, കാരണം നമുക്ക് പെട്ടെന്ന് നിറയാനുള്ളൂ ഇതിനകത്ത് കാണാൻ സാധ്യത, അതുകൊണ്ടാണ്. അപ്പോ ഈ കൊരിന്തു പട്ടണത്തിന്റെ ഒരു പ്രധാന പ്രശ്നം, അവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഭയങ്കര സ്കോളേഴ്സാണ്. അത് കാരണം ഭൂമിയെ കുഞ്ഞൊരു പുല്ല് പോലും എടുക്കുകയില്ല. പിന്നെ ഇവരുടെ കുടുംബം കഴിയുന്നതെന്നറിയാമോ? ഇവരെല്ലാം പെണ്ണുങ്ങൾ ജോലി ചെയ്താണ് കുടുംബം കഴിയും. ലേഡീസാണ് ജോലി. ഒറ്റ ഒരു എളിയ അപേക്ഷ, എന്ത് ജോലിയാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. അവരാണ് കുടുംബം പോറ്റുന്നത് മാത്രം ഇപ്പം അറിഞ്ഞാൽ മതി. അത് കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട. ചിലൊക്കെ മാറുമാട്ടം അവിടെ ഇരിക്കട്ടെ, അതാ നല്ലത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഫേബ വരുന്നത്. ഇപ്പൊ സീരിയസ് പിടികിട്ടുന്നുണ്ടോ? അതേ സെയിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഫേബയും. ആ ഫേബയാണ് ഇതുകൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കുന്നത്. ഇനി പറ, ഇങ്ങനൊരു കക്ഷി നല്ല ഈടുറ്റൊരു ലേഖനമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് നിന്നെ അറിയാം, നന്നരെ എനിക്കെന്നല്ല ഞാൻ തന്നെ നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം എന്നാ പറഞ്ഞു വിടണ്ടേ അല്ലേ? സ്തോത്രം. പിന്നീട് തനിക്കുണ്ടായ മാറ്റത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു പോര് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഈ റോമാലേഖനം വളരെ ഈടുറ്റ ലേഖനം എന്ന് ഞാൻ പറഞ്ഞു. അതീവ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ റോമാലേഖനത്തിനകത്തുണ്ട്. കുടുംബപ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ എത്തുന്ന ബൈബിൾ ക്ലാസ് എടുക്കാനൊന്നും പോവുകയല്ല. ഞാനതിൽ ഒരു പുസ്തകത്തിൽ തൊടുമ്പം ചെറുതായിട്ടെങ്കിലും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോകണമല്ലോ, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് നോങ്ങി വെച്ചത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല, പോയാൽ കാര്യം ഒക്കത്തില്ല എന്ന് എനിക്ക് നല്ല ബോധ്യതയുണ്ട്. ഒറ്റ കാര്യം ഞാൻ വേഗം പറയാം. ഈ റോമാലേഖനത്തിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങൾ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എഴുതാനുള്ള ഗ്രൗണ്ട് വർക്കാണ് ഈ 11 അധ്യായം. ആ 1-ാമത്തെ വാക്യം പറയാനായിട്ടാണ് 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായത്തിന്റെ അവസാനം വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് നിരത്തിക്കൊണ്ട് വരുന്നത്. അതിനകത്തെ വിഷയങ്ങളൊക്കെ വളരെ വിശാലമാണ് കേട്ടോ, വളരെ വിശാലമാണ്. 8-ാം അധ്യായമൊക്കെ വരുമ്പോൾ ഇത് അമേസിങ്, നമ്മുടെ ചിന്തകൾക്ക് എത്രയോ അപ്പുറമുള്ള കാര്യങ്ങൾ 8-ാം അധ്യായത്തിലേക്ക് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയാമോ? ഞാൻ അവിടേക്ക് ഒന്നും പോകാനായിട്ടല്ല. അപ്പോൾ ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവിനെ ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്നല്ല പൗലോസ് പറഞ്ഞത്. ആ ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവ് എന്താണെന്നുള്ള വിവരണമാണ് 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ തുടങ്ങി 11-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ 2 ആമേൻ പറഞ്ഞ് നിർത്തുക. അങ്ങനല്ലേ? എന്നിട്ട് 12-ാം അധ്യായം തുടങ്ങുക. Therefore brethren, സഹോദരന്മാരെ. ഈ 12-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം മലയാളത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ സ്ട്രക്ചർ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നല്ലേ? പക്ഷെ ശരിയായ പരിഭാഷപ്പെടുത്തില്ല. ആ വാക്യം ഇങ്ങനെയായിരുന്നു പറയേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവം നമ്മോട് കാണിച്ച ആ വലിയ മനസ്സലിവിനെ ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും
അതിലുപരി ദൈവപ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ, അതാകുന്നുവല്ലോ ബുദ്ധിയുള്ള ആരാധന. കണ്ടോ? സ്തോത്രം. അങ്ങനെയാണ് ആ വാക്യം പറയേണ്ടിയിരുന്നത്. മലയാളത്തിലേക്ക് വന്നപ്പം ഇങ്ങനെ ആയിപ്പോയെന്ന് മാത്രം, അത് കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഇങ്ങനെയെങ്കിലും പരിഭാഷപ്പെടുത്തി വെച്ചത് ഓർമ്മ ഞാൻ ദൈവത്തെ ധാരാളമായി സ്തുതിക്കുക. കാരണം ഞാൻ ഈ വാക്യം പറയുമ്പോൾ നിങ്ങൾ പല പ്രാവശ്യം നമ്മുടെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തികൾ ആരാന്ന് ഓർക്കുമ്പോൾ ഇങ്ങനെയാലും ചെയ്തല്ലോ നോക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ മഹത്വം കരാറ്റാൻ പറ്റുന്നത്. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷ പ്രാപിച്ച ആൾക്കാരൊന്നും അല്ലല്ലോ. മറന്നുപോയ ആരൊക്കെയാണെന്ന്? പ്രധാനപ്പെട്ട ഹൈന്ദവ 2 സഹോദരന്മാരായിരുന്നു നേതൃത്വം കൊടുത്ത്, ചാത്തു മേനോനും വൈദ്യനാഥ് അയ്യരും. കണ്ടോ? അവർക്ക് ഇത്രയേലും എഴുതാൻ ദൈവം കൃപ കൊടുത്തല്ലോ, അല്ലേ? അതുകൊണ്ട് പരിഭാഷ നമ്മൾ കുറ്റം പറയണ്ട. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം നമ്മോട് കാണിച്ച വലിയ മനസ്സലിവ്, അതെന്താണ്? ആ ഏറ്റവും വലിയ മനസ്സലിവ്, ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ മനസ്സലിവ് എന്താ? ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ മനസ്സലിവ്, മനസ്സലിവെല്ലാം കാണിച്ചോ? അത് കഴിഞ്ഞിട്ട് മതിയല്ലോ ചെറുതും വലുതും. ദൈവം നമ്മുടെ മനസ്സലിവെല്ലാം കാണിച്ചോന്നേ. എന്താണ് ദൈവം നമ്മുടെ കാണിച്ച ഏറ്റവും വലിയ മനസ്സലിവ്? പറ. കേട്ടില്ല? എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അതിന്റെ മൂലകാരണം പറഞ്ഞാലേ കറക്റ്റ് ആൻസർ ആവും. എന്തോ? യെസ്, സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നെന്നുള്ളതാണ് ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ മനസ്സലിവ്. അതിനേക്കാൾ വലിയൊരു മനസ്സലിവില്ല. മനസ്സിലായല്ലോ? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നു. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ 8-ാമതിലേക്ക് വരുമ്പോൾ, സ്വന്തം പുത്രനെ തന്നവൻ അതോടുകൂടെ സകലം നിങ്ങൾക്ക് തരാതിരിക്കുമ്പോൾ ചോദിക്കുന്നില്ലേ? അവനെ തരുവാൻ മടിക്കാഞ്ഞതിനാൽ തരും സകലമിനി നമുക്കായി. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിതുഹ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിതുഹ. സ്തോത്രം. നല്ലൊരു പാട്ട്. ആന്റിയുടെ ഹസ്ബൻഡ് ഇവിടെ തൊട്ടടുത്തുള്ള ആൾ എഴുതാം. നിങ്ങളോട് ചോദിച്ചു നോക്കണേ, ഞാനിതൊരു ടി കെ ശാമുൽ സാറിന്റെ വീട് അറിയാമോ? തൊട്ടടുത്ത. സ്തോത്രം. അല്ലെങ്കിൽ അവര് ശാരം പള്ളി പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പുതുട്ടപ്പള്ളിന്റെ അവർക്ക് പെട്ടെന്ന് പിടി കിട്ടും. അതിന് തൊട്ടടുത്താണ് ടി കെ ശാമുൽ സാറിന്റെ വീട്. അദ്ദേഹം എഴുതിയ പാട്ട്. എന്തൊരു സ്നേഹം ഇത്! ദൈവം പുത്രനെ കൈവെടിഞ്ഞു, അവനെ തരുവാൻ മടിക്കാഞ്ഞതിനാൽ തരു സകലമിനി നമുക്കായി. സ്തോത്രം. ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ മനസ്സലിവ് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നു. അപ്പൊ ആ മനസ്സലിവിനെ ഒരിക്കൽ കൂടെ പൗലോസ് ഓർമ്മിപ്പിച്ചിട്ട് പറയാണ്, സഹോദരന്മാരെ, ആ മനസ്സലിവിനെ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. സ്തോത്രം. നിങ്ങൾ യോഗം കഴിച്ചുമായിട്ട് പണങ്ങി പോകുന്നു ചെയ്യരുതേ. ഒരു വീട്ടുപ്രാർത്ഥനയാക്കുമ്പം വേറെ ഒരു നല്ല പ്രസംഗമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഷാജി പാസ് പതിവിന് വിരുദ്ധമായി ഇങ്ങനെ എന്തിനാ പോകുന്നതെന്നും ചോദിക്കരുത്. ഞാൻ ഏതായാലും കറക്റ്റ് ഒടുവിലെങ്കിലും വന്ന് ട്രാക്കിൽ കയറാം എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവപ്രസാദമുള്ള യാഗമായി കൊടുക്കണമെന്നാ പറഞ്ഞേ. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ ശരീരം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്തോത്രം. മക്കളെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് മലയാളം ഫോളോ ചെയ്യുന്നതിന് പ്രയാസമൊന്നുമില്ലല്ലോ? നോ പ്രോബ്ലം. ഓക്കെ. എനിക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ലാത്തതുകൊണ്ടാണ്. ഇടയ്ക്ക് പിന്നെ ചില മുറി ഇംഗ്ലീഷൊക്കെ പറയും, അതൊക്കെ അങ്ങ് ഏതാണ്ടാകുമ്പോൾ വിട്ടേക്കണേ. ഓക്കെ, നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഞാൻ ഇവരെ കൂടെ ഉണ്ണിയാണ് അതെ നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കും വേറെ അല്ലല്ല, ഇത്രയും പിള്ളേരെ മുമ്പ് കിട്ടിയപ്പോൾ അവരെങ്ങനെ വിട്ടാൽ ശരിയാകും എന്ന് പറഞ്ഞാൽ അവരെ ശിക്ഷിക്കുക എന്നുള്ളതല്ല, എനിക്ക് അവരൊന്ന് ഫോക്കസ് ചെയ്യാനുള്ളൊരു പ്രേരണ. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവർ ബോഡി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് വേണം. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടപ്പോൾ എന്റെ ചോദ്യം, നമ്മൾ രക്ഷിക്കപ്പെടുമ്പം സൺഡേ സ്കൂളിലൊക്കെ ആണെങ്കിലും, ഞാൻ സൺഡേ സ്കൂളിൽ രക്ഷിക്കപ്പെട്ടത്. അന്ന് എനിക്ക് 8 വയസ്സ് പ്രായമുള്ളൂ.
8ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടുന്നു. 12ാമത്തെ വയസ്സിൽ പൂർണ്ണ സമയം കർത്താവിന്റെ വേലയ്ക്ക് കൊണ്ട് സമർപ്പിക്കുന്നു. ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ഭാഗ്യമൊക്കെ കിട്ടിയപ്പോ ഞാൻ അത് പറയാനായിട്ടല്ല. രക്ഷിക്കപ്പെടുമ്പോൾ സൺഡേ സ്കൂളിലൊക്കെ ആണെങ്കിൽ അധ്യാപകർ നമുക്ക് എന്ത് പറയും, ഈ രക്ഷാവാചകമൊക്കെ പറഞ്ഞു തരും. ഞാൻ നമ്മൾ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറഞ്ഞിരിക്കല്ലേ. അതനുസരിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. എന്റെ ചോദ്യം നിങ്ങൾ ഉത്തരം തരണേ. രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ കർത്താവിനെ ഇങ്ങോട്ട് എടുക്കുകയായിരുന്നോ അതോ നിങ്ങളെ അങ്ങോട്ട് കൊടുക്കുകയായിരുന്നോ? അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. Praise the Lord. നമ്മളെ അങ്ങോട്ട് ആയിരുന്നല്ലോ. ഇനി തെറ്റിക്കരുത്. അതിനെ നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ച, അല്ല പിന്നെ ഞാൻ പറഞ്ഞാന്ന് പറയും. നിങ്ങളെ അങ്ങോട്ട് കൊടുത്തതാണല്ലേ? ആണല്ലോ. കൊടുത്തപ്പോൾ നമ്മുടെ ദേഹം ആത്മാവ് മൊത്തമാണോ കൊടുത്തത് അതോ കുറച്ചേ കൊടുത്തുള്ളൂ? ആണ്. നമ്മുടെ ദേഹം കൊടുക്കുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞു വരുന്നേ. സ്തോത്രം. നമ്മെ കൊടുത്തപ്പോൾ നമ്മുടെ ദേഹം ആത്മാവ്, ഞാൻ അങ്ങോട്ടൊന്നും പോരട്ടല്ലേ, ഇവിടെ പൗലോസ് പറഞ്ഞ വാക്യത്തെ മാത്രം നിൽക്കുന്നുള്ളൂ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി കൊടുക്കണം. അതിൽ 3 കാര്യം എനിക്ക് പറയാനുള്ളൂ. ഒന്നാ ജീവൻ, വിശുദ്ധി, ദൈവപ്രസാദം. ഞാനത് 3 പറയുന്നുണ്ട്, ഇതൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളുടെ ശരീരം ദൈവത്തിന് വിഷയമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആമേൻ. നാം രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? മക്കളെല്ലാവരും ശ്രദ്ധിക്കണേ. നിങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടവരൊക്കെ ആണെന്നുള്ള ചിന്തയിലെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. പുള്ളി ഒന്ന് നല്ല ഏതെങ്കിലും നമുക്ക് കേട്ട ഇമ്പം തോന്നുന്ന പ്രസംഗമൊക്കെ പറയാതെ എന്തിനും ഇങ്ങനെയൊക്കെ പോകുന്നു നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ വിമർശിച്ചുകൊണ്ടൊന്നും പോകരുതേ. സ്തോത്രം. കിട്ടിയ സമയം ഒന്ന് യൂട്ടിലൈസ് ചെയ്യാതെ ഞാൻ ചിന്തിച്ചോളൂ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടല്ലോ അല്ലേ? എങ്ങനെയാ രക്ഷിക്കപ്പെടുന്നത്? രക്ഷിക്കപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തു അല്ലേ? അതിനുശേഷം വചനപ്രകാരം ജീവിക്കാൻ തീരുമാനിച്ചു. നല്ല ഉത്തരമാണ്, നോ റോങ് അറ്റ് ഓൾ. പക്ഷെ അതല്ല രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ മാനസാന്തരം രക്ഷയുടെ പ്രസംഗം സഭയിലാണല്ലോ ഇല്ലാത്തത്. പക്ഷെ വേദവസം പഠിച്ചതിൽ ഏറ്റവും ഉള്ള പ്രസംഗം നടത്തുള്ളത് ദൈവസഭയ്ക്ക് അകത്താണ്. സ്തോത്രം. അതാണ് സത്യം. പോട്ടെ, ഞാൻ വേഗം മുന്നോട്ട് നീങ്ങാം. രക്ഷിക്കപ്പെട്ട കാര്യം പറഞ്ഞ് ഞാൻ ഈ വാക്യത്തിലേക്ക് വന്നോളാമേ. നിങ്ങളുടെ ചിന്ത പുള്ളി ഇങ്ങനെ ഇപ്പൊ തന്നെ ഈ മുഖവരെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയം തീർക്കുമ്പോഴത്തെ സമയം എന്താകുമെന്ന അല്ലേ? അങ്ങനൊന്നും പേടിക്കണ്ട, ഞാൻ വേഗം കൺക്ലൂഡ് ചെയ്തോളാം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു എനിക്ക് ഉറപ്പ് കിട്ടിയാൽ മാത്രം മതി. ഞാൻ മുന്നോട്ട് പോകാം. ഓക്കെ, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? പറയാം. എഴുന്നേറ്റിന് കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ ഓക്കെ, അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരുണ്ട്. പിന്നെ ടിക്കറ്റ് രക്ഷിക്കപ്പെടുന്നവരുമുണ്ട് അല്ലേ? ഒരു കാർഡ് തരുന്ന ടിക്കറ്റാ മതി, ഉടനെ നമ്മൾ ഓക്കെ. ഞാൻ ഈ ടിക്കിടുന്ന കാര്യമല്ല ഈ പറഞ്ഞ. എന്താ രക്ഷിക്കപ്പെടുക എന്നുള്ളതുകൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത് പറയാം. രക്ഷിക്കപ്പെടുക എന്നുള്ള പദത്തിന് ഈ അതിന്റെ മൂലഭാഷയെ കൊടുത്തിരിക്കുന്ന പദം ഗ്രീക്കിലല്ല, ഹീബ്രുവിൽ. ആ പദം ചെഷുവ എന്നൊരു പദമാണ്. ചെഷുവ എന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞിട്ട് വേണം നമ്മൾ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ ഒന്ന് തീരുമാനിക്കാൻ. ചെഷുവ എന്ന വാക്കിന്റെ അർത്ഥം, ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞ വേറൊന്നുമല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ പലയിടത്തായിട്ടും ഞങ്ങൾ 2 കുഞ്ഞുങ്ങൾ മംഗലാപുരത്തുണ്ട്. ഇതിനെല്ലാം ഈ റൗണ്ടിനകത്ത് കയറ്റി ടൈറ്റ് ചെയ്ത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ പിന്നെ കന്നു രക്തഞ്ചയം ഗ്ലോറി പറഞ്ഞ കാര്യം നടക്കില്ല. അതുകൊണ്ടാണ് ക്ലിയർ ആയി ഞാൻ പറഞ്ഞത്. സ്തോത്രം. അതുകൊണ്ട് അതൊക്കെ വെച്ചുകൊണ്ടാണല്ലേ നിങ്ങളെ പ്രസംഗത്തെ വേറെ രീതി വിലയിരുത്തരുത്. അപ്പോൾ അല്പം വിവേകത്തോടെ ഞാൻ കൈകാര്യം ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ചെഷുവ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. ഞാൻ ഇടയ്ക്ക് വളരെ സ്ലോയിൽ പോകുന്നത് നിങ്ങൾക്ക് പരമാവധി മനസ്സിലാവണമെന്ന് ഉദ്ദേശത്തില്ല. അപ്പോഴേ ഈ രക്ഷിക്കപ്പെട്ട നമുക്കും ഞാനും രക്ഷിക്കപ്പെട്ടായിരുന്നോ ഇല്ലയോ എന്ന് ഉറപ്പാക്കാൻ പറ്റും. ചെഷുവ എന്ന വാക്കിന്റെ അർത്ഥം അതുവരെ പാർത്തിരുന്ന നമ്മുടെ വീടുണ്ടല്ലോ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആ അനുഭവത്തിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് വരെ ഉണ്ടായിരുന്ന നമ്മുടെ ആ എൻവയോൺമെന്റ് ഉൾപ്പെടുന്ന, സറൗണ്ടിങ്സ് ഉൾപ്പെടുന്ന ആ ഏരിയയിൽ പാർത്ത നമ്മുടെ ആ വീടുണ്ടല്ലോ, ആ വീടിന് തീ വെക്കണം. തീ വെച്ച മൊത്തം ചാമ്പലായെന്ന് ഉറപ്പാകുമ്പോൾ അത് വിട്ടേച്ച് ഓടിപ്പോണം.
ഓടിപ്പോകുമ്പോൾ ഉറക്കെ വിളിച്ചു പറയണം, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് മടങ്ങി വരുന്നില്ല. 3 കാര്യം ഇതിനകത്ത് യെശുവായ്ക്കകത്തുള്ളത്. 1, പാർത്ത വീട് അഗ്നിക്കിരയാക്കുക. 2, ഓടിപ്പോകുക. ഓടിപ്പോകുമ്പോൾ ഉറക്കെ വിളിച്ചു പറയണം, ഞാൻ ഇനി ഇങ്ങോട്ട് മടങ്ങി വരുന്നില്ല. ഇതിന്റെ പേരാണ് രക്ഷിക്കപ്പെടുക. സ്തോത്രം. You got it what I'm saying? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? അതുവരെ പാർത്തിരുന്ന നമ്മുടെ പഴയ നമ്മെ ഉൾക്കൊണ്ടിരുന്ന ഒരു ചെറിയ കൂടാരമില്ലേ, അതിനെന്തോ ചെയ്യണം? തീ കൊടുക്കണം. അത് കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ഓടിപ്പോകണം. അതാണ് തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, മകനെ തിമോത്തിയോസെ, നീയോ അത് വിട്ടോടി. കണ്ടോ ആ പ്രയോഗങ്ങൾ കണ്ടോ? നീ അത് വിട്ടോടണം. കത്തിച്ച് അവിടെ തന്നെ നിൽക്കാനല്ല. നമ്മളെല്ലാവരും തുള്ളുകയും ചാടുകയും ഒക്കെ പറയുമ്പോഴല്ലോ എന്തുമാത്രം ഐറ്റംസ് ഇപ്പോഴും കത്താതെ കടപ്പുണ്ടെന്നറിയാം. നമ്മളെങ്ങും ഓടിപ്പോയിട്ടില്ല. അതിന്റെ ചുറ്റും തന്നെ കടന്നുകൊണ്ടാ രക്തഞ്ചൻ ലോറി പറയുകയും വെള്ളം വെക്കി ആത്മാവ് നിറയുകയും അപ്പം പിന്നെ ഒക്കെ ചെയ്യുന്നത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതിനെ ചാമ്പലാക്കി കത്തിച്ച് കളയണം. എന്നിട്ട് അവിടെ നിൽക്കരുത്. പഴയ സ്പോട്ടിൽ നിൽക്കാതെ ഓടണം. ആ പോക്കിൽ ലോകത്തോട് വിളിച്ചു പറയണം, ഇനി ഞാൻ ഒരിക്കലും പഴയതിലേക്കൊരു മടങ്ങിപ്പോക്കില്ല. അങ്ങനെ ചെയ്തവർ മാത്രം ഉറപ്പുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കല്ലെലിയ പറഞ്ഞ് എനിക്കറിയാം ഇത്രേ വരുവുള്ളൂ, ഇത്രയും പറഞ്ഞല്ലോ. നിങ്ങളുടെ പലരെ മുഖത്തോട് നോക്കിയിട്ട് വൈകിട്ട് വന്നതേ അബദ്ധമായി പോയെന്ന രീതിയിലാണ് ഇരിക്കുന്നത്. പ്രിയരെ, ഞാൻ നിങ്ങളെ നിത്യത ലക്ഷ്യമാക്കി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് 100 കൂട്ടം ആവശ്യങ്ങൾ ഈ സന്ധിക്ക് ഉണ്ടായിരുന്നല്ലേ, അതെല്ലാം മാറ്റി വെച്ചിട്ട് സന്ധിക്ക് കൂടാരത്തിനകത്ത് വന്ന് ഈ യോഗത്തിൽ പങ്കെടുത്ത് വെറുതെ ഏതാണ്ടെല്ലാം കാണിച്ചു പോകാതെ ഗൗരവമുള്ള കാര്യമാണെന്ന് കാണണം. പഴയതെല്ലാം വിട്ടുകളയാതെ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ കാണിക്കുന്ന ഈ പ്രകടനത്തിലൊന്നും ദൈവം നമ്പുരാൻ അല്പം പോലും ശ്രദ്ധ പതിക്കുന്ന കാര്യം മനസ്സിലാക്കണം. എങ്ങനെ ഒരു അഡ്ജസ്റ്റബിൾ ഒക്കെ പോകാം, പക്ഷേ that is not acceptable unto him. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് വരികയാണേ, സമയം പോയി. ഇപ്പൊ തന്നെ നിങ്ങളെല്ലാം ഈ അങ്ങോട്ട് നോക്കരുത്, എന്നെ മാത്രമേ നോക്കാവൂ. അത് കേടായിട്ട് പിന്നെ ചുമ്മാ എടുത്ത് വെച്ചേക്കരുത്. അപ്പൊ ആ സമയം തെറ്റാണ്. എന്റെ വാച്ച് കറക്റ്റാ, ഞാൻ ആ കറക്റ്റ് സമയത്ത് നിർത്തിക്കോളാം. ഓക്കെ, ഞാൻ മുന്നോട്ട് നീങ്ങുകയാണേ. അങ്ങനെ രക്ഷിക്കപ്പെട്ട അനുഭവം ഉണ്ടെങ്കിൽ, ഞാൻ അത് മുമ്പ് ചോദിച്ചത്, നമ്മൾ കർത്താവ് ഇങ്ങോട്ട് എടുക്കുകയായിരുന്നോ അങ്ങോട്ട് കൊടുക്കുകയായിരുന്നോ? അങ്ങോട്ട് കൊടുത്തെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? ആണെങ്കിൽ നിങ്ങളെ എടുത്ത് യാഗപീഠത്തിൽ വെച്ചിരിക്കാന്നുള്ള യാതൊരു സംശയമില്ലല്ലോ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൊടുത്തെന്നല്ലേ പറഞ്ഞേ? ആത്മദേഹി ദേഹത്തെ കാഴ്ചയായി വയ്ക്കും നീതാ നിൻ മുൻപിൽ ഞാൻ യേശുവേ. അറിയോ നിങ്ങൾക്ക്? ഇല്ല. പീഠത്തിൻ മേലെന്നെ ഞാൻ വെച്ചു തീക്കായി കാക്കുന്നു, കാത്തു കാത്തിരിക്കുന്നേ, തീരങ്ങാൻ നോക്കുന്നു. രക്ഷിക്കപ്പെട്ടപ്പോ നിങ്ങളെ എടുത്ത് യാഗപീഠത്തിന്മേൽ വെച്ചെന്നാ ഞാൻ ഈ പറഞ്ഞേ. യാഗപീഠത്തിൽ വെച്ച് കഴിഞ്ഞാൽ പകുതി ആകുമ്പോൾ ഇറങ്ങി പോരാൻ നോക്കിയല്ല, പിന്നെയോ മുഴുവൻ ചാരമാകുന്നത് വരെ ആ യാഗപീഠത്തിന്മേൽ ഇരിക്കണം. To the last breath of your life. അന്ത്യശ്വാസം വലിക്കുന്നത് വരെ യാഗപീഠത്തിലാണെന്നുള്ള ബോധം നമുക്ക് വേണം. അങ്ങനെ അർപ്പിക്കുന്നത് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നാ പൗലോസ് പറഞ്ഞത്. 1, അത് ജീവനുള്ളതായിരിക്കണം. 2, വിശുദ്ധിയുള്ളതായിരിക്കണം. 3, ദൈവപ്രസാദമുള്ളതായിരിക്കണം. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. മഴയുടെ പ്രയാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിർത്തിട്ട് നിങ്ങളെ താമസിവിട്ടാൽ നിങ്ങൾ നാളെ രാവിലെ വരാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ എനിക്ക് ആ ബോധം ഉള്ളതുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം. നേരത്തെ വിടുന്നത് നാളെ നേരത്തെ വരാനാണ് അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞു ഞായറാഴ്ച ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങിയെന്ന്. ബാക്കി എല്ലാ ദിവസവും നേരത്തെ എഴുന്നേക്കും. പിന്നെ നാളെ ഞായറാഴ്ച ആയിട്ട് പിന്നെ അല്പം സമാധാനം ഉണ്ട് കേട്ടോ. നമുക്ക് അല്പം ആശ്വാസ സമാധാനമുള്ള ഞായറാഴ്ച മാത്രം. ബാക്കി എല്ലാ ദിവസവും നേരത്തെ വെളുപ്പിനേക്ക് ചാടി എഴുന്നേക്കും. ഞായറാഴ്ച മാത്രം പിന്നെ ഞായറാഴ്ച ഞാൻ സുഖമായിട്ട് കിടന്നു ഉറങ്ങിക്കൂ. സ്തോത്രം.
തമ്പുരാൻ നമ്മുടെ പല കാര്യത്തിലും ഉറങ്ങുന്നുള്ള കാര്യം ഓർത്തോണം. ആമേൻ. ഓട്ടെ, എന്റെ വിഷയമല്ലാത്തപ്പോൾ ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. അടുത്ത വാക്ക് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ച ഒരുവിനെ കുറിച്ച് പറഞ്ഞു, thou shalt not be conformed to this world. അങ്ങനെയുള്ള വ്യക്തി ഈ ലോകത്തോട് അനുരൂപമാകരുത്. അതുകൊണ്ടൊക്കെ പൗലോസ് എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഈ 3 പോയിന്റ് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നമ്പർ 1, ജീവനുള്ളതായിരിക്കണം. ജീവനുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ജീവനുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ, ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവൻ അർത്ഥം പറ. ജീവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കേട്ടില്ല? വേഗം പറ, അല്ലെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ജീവൻ എന്ന വാക്കിന്റെ അർത്ഥം ഓക്കെ, ഞാൻ ജീവൻ വിട്ടു. ജീവന്റെ ഓപ്പോസിറ്റ് പറഞ്ഞേ, മരണം. വെരി ഗുഡ്. അപ്പൊ ഇനി ജീവൻ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. ജീവന്റെ ഓപ്പോസിറ്റ് എന്താണ്? മരണം. മരണത്തിന് നമ്മൾ വേറൊരു പദം പറയുമല്ലോ, വേർപാട്, സെപ്പറേഷൻ. മനസ്സിലാക്കുന്നുണ്ടോ? മരണം എന്താണ്? സെപ്പറേഷനാ, വേർപാട് അല്ലേ? ഞങ്ങളുടെ അമ്മ മരിച്ച അധികം നാളായില്ലല്ലോ, ഈ വീട്ടിൽ വെച്ചെല്ലായിരുന്നു അല്ലേ? വേർപെട്ടു പോയി. മരണം എന്താണ്? സെപ്പറേഷൻ, വേർപാടാണെങ്കിൽ ജീവൻ എന്താ? പറ. കൂടിച്ചേരുക. മരണം സെപ്പറേഷൻ ആണെങ്കിൽ ജീവൻ എന്താണ്? കൂടിച്ചേരുക. ആ കൂടിച്ചേരുക എന്ന് നമ്മൾ വേറെ പദം പറയല്ലോ, കൂട്ടായ്മ. ക്ലിയറായോ? സ്തോത്രം. അപ്പൊ ജീവൻ എന്ന വാക്കിന്റെ ബിബ്ലിക്കലി പല വ്യൂ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ഒരു ആംഗിൾ മാത്രമാണ് പറഞ്ഞത്. അതിന്റെ ആക്ച്വൽ അർത്ഥം അതാണെന്നല്ല അതിനർത്ഥം. പല വ്യൂ ഉണ്ട്, ഞാൻ ഒരു ഭാഗത്തേക്ക് മാത്രം നിങ്ങളെ കൊണ്ടുവരിക. ജീവൻ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ, ഫെലോഷിപ്പ്. അതെങ്ങനെ ഉണ്ടാകും? അതുണ്ടാകണം. സ്തോത്രം. വേണമെന്നേ കൂട്ടായ്മ ഉണ്ടാകണം ദൈവമക്കൾക്ക് തമ്മിൽ. സ്തോത്രം. അകമഴിഞ്ഞ മനസ്സ് തുറന്ന് ഒരുമിച്ച് ഐക്യതയോടുള്ള പരസ്പര സ്നേഹബന്ധം ദൈവമക്കൾക്ക് ഉണ്ടാകണം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? കൂട്ടായ്മയുടെ മറ്റർത്ഥങ്ങളൊക്കെ കിടക്കട്ടെ, ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. ഫെലോഷിപ്പ് ഉണ്ടാകണം, കൂട്ടായ്മ ഉണ്ടാകണം, അകമഴിഞ്ഞ സ്നേഹം. ഇപ്പൊ ഈ കൈ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ വിശ്വാസം കൈ കൊടുക്കുന്നത് ഇങ്ങനെ മുട്ടിക്കല്ലേ ഉള്ളൂ, പിന്നെ കൊടുത്തില്ല എല്ലാം ഓർക്ക് നോക്കുന്നു മുട്ടിക്കും. അങ്ങനല്ല. ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആ ഷെയ്ക്കലിനകത്ത് അറിയാം അല്ലേ? ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആ ഊഷ്മള ബന്ധം നമുക്കിടയിൽ ഉണ്ടാകണം. പറയാ ഫെലോഷിപ്പ് ഉണ്ടാകണം തമ്മിൽ. മുമ്പൊക്കെ ഈ മൊബൈലും ഇല്ല, ലാൻഡ് ഫോണും ഇല്ല, ഒന്നുമില്ലാത്ത കാലത്തെ ഒരു വിശ്വാസമില്ല, ആരെങ്കിലും അസുഖമായിട്ട് കിടക്കുകയാണെങ്കിൽ എല്ലാവരും അറിയുകയും ചെയ്യും, ചെല്ലുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കാൻ സൗഖ്യമാകുകയും ചെയ്യും. ഇന്നോ അയ്യോ എപ്പ ഞങ്ങളൊന്നും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങളോടൊന്നും പറയല്ലോ. ഇന്നത്തെ സ്ഥിതി അതല്ലേ? ഇന്ന് മൊബൈല് അത് മതിയല്ലോ, നീ വേറെന്തിനും വേണ്ട. തമ്മിൽ അറിയുന്നില്ല. എന്താ കാര്യം അറിയാമോ? ഈ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുന്നതാണ്. പൗലോസ് പറയാ, നിങ്ങളെ ശരീരത്തെ ദൈവത്തിൽ അർപ്പിച്ച് ദൈവപ്രസാദമൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ നിങ്ങളോട് നോക്കണമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം കിട്ടുന്നുണ്ടോ? മനസ്സിലാകുന്നോ? പോട്ടെ, ഞാൻ അവിടെ നിൽക്കുന്നില്ല. അടുത്തത് വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ജീവൻ എന്താണ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അടുത്ത വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 പദങ്ങളാണ് അതിനുള്ളത്. ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. ഹാഗനോസ്, ഹാഗിയോസ്, ഹോസിയോസ്. ഈ ഹോസിയോസ് എന്നുള്ള പദം പരീക്ഷ നിങ്ങൾക്ക് പെട്ടെന്ന് പരിചയം കാണുമായിരിക്കും അല്ലേ? ചില ആൾക്കാരൊക്കെ പേരിന്റെ അറ്റത്ത് ഈ ഓസിയോസ് ഒന്ന് കേട്ടിട്ടില്ലേ അല്ലേ? അത് ഞാൻ പറഞ്ഞ ഒരു പക്ഷേ കളിയാക്കിയതാന്ന് പറയാം, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. ഞാൻ ഷാർജയിൽ ബൈബിൾ ക്ലാസ് എടുത്തുന്നപ്പോഴത്തേന് ഓർത്തഡോക്സിൽ ഒരു പയ്യൻ ക്ലാസ് ഇരിപ്പുണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇതിന്റെ പ്ലാനങ്ങ് മാറി. ഞാൻ പിന്നെ അവനെ വിളിച്ചുകൊണ്ടിരുത്തി കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ചേട്ടാ, അവന് സമാധാനമായി. ഞാൻ വിചാരിച്ചാൽ മിക്കവരെ തല്ലിയേച്ചേ പോവുള്ളെന്നുള്ളൂ. സാറെന്തിന് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ ചോദ്യം ചെയ്തു. ഓക്കെ, 3 പദങ്ങൾ ഹാഗനോസ്, ഹാഗിയോസ്, ഹോസിയോസ്. വേഗം പറയാവേ.
അല്ലെങ്കിൽ നിങ്ങൾ ബോറടിക്കും, എനിക്കറിയാം. ഞാൻ ഈ പറഞ്ഞൊന്നും ഒരു പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആക്കാൻ സാധ്യതയില്ലെങ്കിലും ലാസ്റ്റ് എങ്കിലും നിങ്ങൾ ഡൈജസ്റ്റ് ആക്കണമെന്ന് എനിക്ക് ചിന്തയുണ്ട്. അതുകൊണ്ടാണ് നോക്കണേ. വിശുദ്ധി, 3 പദം: ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. ഞാൻ എന്തിനാണ് വീണ്ടും ആവർത്തി പറഞ്ഞറിയാമോ? നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാതിരിക്കാനായിട്ടാണ്. ഇതിന് 3ന്റെ അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. പരിശുദ്ധം എന്നുള്ള പദം വിട്ടേര്, കാരണം നമുക്കുള്ളതല്ലത്. അങ്ങനെ ഒരാളെ ഉള്ളൂ. തിരുവെടുത്ത് പറയുന്നു, നീയല്ലോ ഏക പരിശുദ്ധൻ. കണ്ടോ അല്ലേ? വെളിപ്പാട് ദിവസത്തിൽ തെളിവായിട്ടുള്ളത് കൊണ്ട് നമ്മളത് വിട്ടേര്. ബാക്കി 2 നമ്മൾ എടുത്താൽ മതി: ശുദ്ധവും വിശുദ്ധവും. ശുദ്ധം എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ അതിന്റെ ഓപ്പോസിറ്റ് എന്താ നോക്കിയാൽ മതി: അശുദ്ധം, അല്ലേ? ഓക്കെ. എന്നാൽ വിശുദ്ധത്തിന്റെ അർത്ഥം എന്താ? വിശുദ്ധ എന്ന വാക്കിന്റെ അർത്ഥം, വിശുദ്ധത്തിന്റെ ഓപ്പോസിറ്റ് പറയാമോ? അവിശുദ്ധോ? അല്ലല്ല. യെഹെസ്കേൽ പുറപ്പെടുത്ത 44-ാം അധ്യായം 23-ാമത്തെ വാക്യം. എസെക്കിയേൽ ചാപ്റ്റർ 44 verse 23. വേറൊരാൾ 42-20 വായിക്കണം. വേറൊരാൾ ശമൂവേൽ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിന്റെ 4-ാമത് വാക്യം വായിക്കണം. 3 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു, വേഗം വായിച്ചേ. യെഹെസ്കേൽ 44-23. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിൽ വ്യത്യാസം. 42-20 വായിച്ചേ. അവർ വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിച്ചു. ഫസ്റ്റ് നമ്പർ 21 verse 4. ശമൂവേൽ 1-ാം പുസ്തകം 21-ാം അധ്യായം 4-ാമത് വാക്യം. അതിന് പുരോഹിതൻ ദാവീദിനോട്, വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല. ശ്രദ്ധിച്ചേ. വേദപുസ്തകത്തിന്റെ ഭാഷ വേറെ, നമ്മുടെ ഭാഷ വേറെ. വിശുദ്ധത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സാമാന്യം. നിങ്ങൾ വിശുദ്ധരാണെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? നിങ്ങൾ ആരല്ലെന്നാ? സാമാന്യ ജനമല്ല. പി.ജി. തോമസ് സാർ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഉണ്ട്. നമ്മൾ വിശുദ്ധരാണെങ്കിൽ we are not at all an ordinary people. Amen. You got it? നമ്മൾ ആരല്ല? ഓർഡിനറി പീപ്പിൾ അല്ല. We are something special. Amen. മനസ്സിലായോ? നമ്മൾ സാമാന്യ ജനം ജീവിക്കുന്നത് പോലെ, സാമാന്യ ജനത്തിന്റെ രീതി പോലെ, സാമാന്യ ജനത്തിന്റെ സംഭാഷണം പോലെ, സാമാന്യ ജനത്തിന്റെ പോക്കും വരവും പോലെ, സാമാന്യ ജനത്തിന്റെ ഇടപാട് പോലെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ദൈവത്തിന് പറ്റുകയെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലാകുന്നു? സകല ഏടാകൂടത്തിനകത്ത് തലയിട്ടച്ച് വിശുദ്ധിയിൽ നയിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. സ്തോത്രം. ക്ലിയർ ആയോ? സ്തോത്രം. അപ്പൊ നമ്മൾ ആരല്ല? സാമാന്യ ജനത്തിന്റെ നടുവിലാണ് പാർക്കുന്നതെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആരല്ല? സാമാന്യ ജനമല്ല. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ മാധവന്റെയും മുഹമ്മദ് കുട്ടിയുടെയും തോമാച്ചന്റെയും മക്കളുടെ കൂടെ നടക്കുന്നതെങ്കിലും മുഹമ്മദ് കുട്ടിയുടെ മോക്കും രാമനാഥന്റെ മോക്കും മനസ്സിലാക്കണം നമ്മുടെ കുഞ്ഞിന്റെ വ്യത്യാസം എന്താ. ക്ലിയർ ആകുന്നുണ്ടോ? സ്തോത്രം. അപ്പൊ നമ്മൾ ആരല്ല? സാമാന്യ ജനം അല്ല. ക്ലിയർ ആയല്ലോ? സ്തോത്രം. ഓക്കെ. എനിക്ക് ഇങ്ങോട്ട് കൂടെ നോക്കണ്ട, അതുകൊണ്ടാണ് അടുത്തുകൂടെ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാമേ. 3-ാമത്തെ പോയിന്റ്, വിശുദ്ധി ഞാൻ ജസ്റ്റ് തൊട്ടുവിട്ടതുള്ളൂ. 3-ാമത്തെ പോയിന്റ്, ദൈവത്തിന്റെ പ്രസാദമുള്ളതും. അതൊരു വാസ് സബ്ജക്റ്റാ, ദൈവപ്രസാദം. നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്, ദൈവപ്രസാദം. ഏതൊരു സമയത്തും ഏതൊരു ഗ്യാതറിംഗിലും ഇത് ദൈവപ്രസാദമായോ ദൈവത്തിന് ഇഷ്ടമായോ ഇത് നമ്മൾ ഉറപ്പുവരുത്തണം. ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള കാര്യങ്ങൾ 1-2 കാര്യം മാത്രം ഞാൻ പറയാം. 2 കാര്യമേ പറയുന്നുള്ളൂ. അപ്പോഴേക്കും സമയം തീരും. ബാക്കി നാളെ നിങ്ങൾ ചർച്ച വരികയാണെങ്കിൽ അന്നേരം പറയാം. 2 കാര്യങ്ങൾ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം. ദൈവവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 29-ാം അധ്യായത്തിന്റെ 17-ാമത് വാക്യം. 2 Chronicles chapter 29 verse 17. 2 Chronicles chapter 29 verse 17. 29:17. ഫസ്റ്റ് ക്രോണിക്കൽസ് ആയിരിക്കും.
ഇതൊന്ന് നോക്കിയോട്ടെ. കിട്ടിയോ? കണ്ടോ, പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു. ഒരുപാട് വാക്യങ്ങളുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു. ദൈവസ്ഥയെ ദയവായി പ്രിറ്റൻഡ് ചെയ്യരുത്. ഒരു പരമാർത്ഥതയുള്ള മനസ്സ് നമുക്ക് ദൈവസന്നിധി വേണം. മനസ്സിലായോ? നമുക്ക് ദൈവമുമ്പാകെ എന്തെങ്കിലും മറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പരമാർത്ഥ മനസ്സോടെ ദൈവത്തിന്റെ അടുത്ത് വരണം. അങ്ങനെയാണെങ്കിൽ ആ പരമാർത്ഥതയിൽ ദൈവത്തിന് പ്രസാദമാണ്. ഞങ്ങള് പരമാർത്ഥരാണെന്ന് പറഞ്ഞ ഒരു കൂട്ടര് പുസ്തകത്തിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. യാക്കോബിന്റെ മക്കള് യോസഫിന് മുമ്പിൽ വെച്ച് പറഞ്ഞു, ഞങ്ങൾ 12 മക്കളായിരുന്നു, ഒരുത്തൻ മരിച്ചുപോയി. യോസഫിനോട് പറയാ, ഒരുത്തൻ മരിച്ചുപോയി, ബാക്കി 11 പേരുണ്ട്, ഞങ്ങൾ പരമാർത്ഥികളാണെന്ന്. ആരോടാ പറഞ്ഞേ? യോസഫ്. അവനോട് തന്നെ വേണോ പറയാൻ? യോസഫിന്റെ കാര്യം. സ്തോത്രം. നമ്മുടെ പരമാർത്ഥത ഒരിക്കലും അങ്ങനെയാകരുത്. മനസ്സിലാകുന്നുണ്ടോ? പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു. ദൈവം പ്രസാദിക്കുന്ന അടുത്ത കാര്യം പറഞ്ഞാൽ വേഗം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 4-ാമത് വാക്യം. തിമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 4-ാമത് വാക്യം. 1 Timothy chapter 5 verse 4. അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാൻ പഠിക്കട്ടെ, അത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. ആണ്ട് ദൈവപ്രസാദമുള്ള രണ്ടാമത്തെ കാര്യം, അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യണം. ഞാൻ മുമ്പ് ചർച്ചയിലേക്ക് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഓ, ചുമ്മാ അതല്ലേ ഇത്ര ഈസി ആയിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വന്നേ. വെരി ഗുഡ്. ഉണ്ടല്ല ഞാൻ ഒന്നുകൂടെ പറയണേ മക്കൾ, നിങ്ങളോട് ശ്രദ്ധിക്കാനായിട്ടാണ്. നിങ്ങൾക്ക് കേൾക്കുന്നെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കി. ദൈവപ്രസാദമുള്ള രണ്ടാമത്തെ കാര്യം, മക്കൾ അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യണം. ഇത് വേറെ കോണ്ടക്സ്റ്റിലും പറയാമെങ്കിലും ഇതൊക്കെ വേണം സഭയെ പറയാൻ. ഈ ബന്ധനം അഴിച്ചുകൊണ്ട് പോകരുത്. നമുക്ക് പിന്നെ ഇത് അഴിച്ചിട്ട് ഒരു പണി നടക്കുകയല്ല. ഇനി അഴിച്ചിട്ട് നടക്കിയെന്ന് മാത്രം, ഇത് അഴിച്ചാൽ തീരുകയില്ല. എത്ര നാളായിട്ട് അഴിക്കാൻ തുടങ്ങിയതാണെന്നറിയാം. സ്വതന്ത്രം, നമ്മൾ സ്വതന്ത്രരാന്നുള്ള ബോധ്യം നമുക്കില്ല. മനസ്സിലായില്ലേ? പുത്രൻ നിങ്ങൾ സ്വതന്ത്രരാക്കാൻ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ. നമ്മൾ പാടും, ഞാനവൻ കരങ്ങളില്ല, ചുമ്മാ പാടുക. ആ ബോധം നമുക്കിതുണ്ടോ? പണ്ടാൽ എന്തിനാ ശാസിക്കുന്നേ? അവന്റെ കയ്യിലാണെങ്കിൽ എന്തിനാ പേടിക്കുന്നേ? ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ല എനിക്കു ദോഷം ചെയ്യുവാൻ. അങ്ങനെയൊക്കെയല്ലേ പാടുന്നത്. ആ പാടുമ്പോൾ അങ്ങനെയൊക്കെയാണ്. പക്ഷെ അത് കഴിയുമ്പോഴാണ് ഞങ്ങളുടെ ധൈര്യം പോണം. സ്തോത്രം. അങ്ങനല്ല. പിന്നെ നമ്മൾ സ്വതന്ത്രരാണെന്നേ, കുഞ്ഞാട് രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരല്ലേ. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്. ക്ലാസ്സിലൊക്കെ ഇടയ്ക്ക് ഞാൻ ചോദിക്കാറുണ്ട് ഈ ചോദ്യം. നമ്മൾ കുഞ്ഞാണ്ട് രക്തത്താൽ കുളിച്ച് നിൽക്കുന്നവരല്ലേ? ആ കുഞ്ഞാണ്ട് രക്തത്താൽ കുളിച്ച് നിൽക്കുന്ന നിന്നെ മാന്താൻ ഏത് പിശാചാ വന്നേ? എനിക്കറിയാൻ മേല. സ്തോത്രം. ആണോ? ഞാൻ ഗൾഫിൽ പോയിട്ട് കാശ് കിട്ടാതെ വന്ന് ഇത് കാരണം സ്തോത്രം. അവിടെ ഇത് ഇറക്കിയല്ല. അവിടെ വേറെ ഐറ്റം വേണം പറയാൻ. സ്തോത്രം. ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞു ഞാൻ ബില്ലിന് വന്നല്ല. ഓ പിന്നല്ല, അത് വേറെ കാശ് കിട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം, ദൈവവചന ശുശ്രൂഷയ്ക്കകത്ത് വേണം ഏറ്റവും അധികം വിശ്വസ്തത പുലർത്താൻ എന്ന് ഉറപ്പനിക്കുന്നു. അല്ലെങ്കിൽ ഈ പണിക്ക് പോകരുന്ന എന്റെ അധ്യാപകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞു ഞാൻ പിരിവിനല്ല. വെറുതെ ആവേശത്തിലൊന്നും ഞാൻ പറഞ്ഞതല്ല. മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞാന്റെ രക്തത്താ കുളിച്ചു നിൽക്കുന്ന നിന്നെ മാന്താൻ ഒരു പിശാചും വരികയെന്ന് ആദ്യം ഉറക്കണം. നമ്മൾ പറഞ്ഞറിയാം, നാളുകളെ നിന്നെ മുന്നോട്ട് വിടാതെ നിന്റെ ഭാവിയെ തടഞ്ഞ ചില നന്മയുടെ വഴികൾ ഒതുക്കിക്കളഞ്ഞ ചില ദുഷ്ടശക്തി. ഏത്? അത് കേൾക്കാൻ താമസമുള്ള കാശ് മുഴുവൻ എടുത്ത് പുള്ളിക്ക് കൊടുക്കും. കർത്താവിന്റെ കാര്യമില്ലാന്ന് പറഞ്ഞ ആണോ ആണേ ആട്ടെ, ഇല്ല ഇല്ല തീർന്നു, പോട്ടെ, വിഷയം 3 ഞാൻ മടങ്ങി വരുന്നു. മക്കൾ അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യണം. ഇതിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ കുറെ പേർ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വന്നത്. പ്രായമുള്ള കൂടുതൽ ബാധകമാണെങ്കിലും കുഞ്ഞുങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് ഞാൻ പറഞ്ഞതാ.
ഈ നമ്മുടെ കൂടിയവരൊക്കെ അവരെ കൂടെ ഫോക്കസ് ചെയ്യണം. നമ്മൾ മറ്റേ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയ പോരല്ലോ. തന്നെ ഇവരെ എന്ന് നമുക്ക് കിട്ടത്തുള്ളൂ, ഇതേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇവർ പോവുകയല്ലേ, പോകും. അപ്പൊ കിട്ടിയ സമയം ഞാൻ അവരെ ഓർപ്പിച്ചു വിടുക. അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യണം. എന്താ ഈ പ്രത്യുപകാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരാൾ നമുക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ അവർക്ക് ചെയ്യുന്നതിനാണ് പ്രത്യുപകാരം, അല്ലേ? ഇപ്പൊ ജിബിൻ, ഞാൻ പൈസ വെച്ചപ്പോ ഒരു 10,000 രൂപ പേടിക്കണ്ടേ, ഉദാഹരണം ജിബിന്റെ പെട്ടെന്ന് ഇങ്ങനെ വെച്ചതാ. യോഗ കഴിവ് ചോദിക്കാനാണോ ഉദ്ദേശം നടത്തത്തില്ല, അല്ലേ? അല്ല, ജിബിൻ എനിക്കൊരു 10,000 രൂപ തന്നെങ്കിൽ കുറഞ്ഞ പക്ഷെ ആ 10,000 ഞാൻ തിരിച്ചു കൊടുക്കുമ്പോഴാണ് അതിന് പ്രത്യുപകാരം എന്ന് പറഞ്ഞു. എന്റെ കച്ചവട നടുവിൽ, ദുപ്രയാസ നടുവിൽ എനിക്കൊരു 10,000 രൂപ തന്നു, അല്ലേ? എന്റെ കൈ വന്നപ്പോൾ ഞാനും തിരിച്ചെന്ത് ചെയ്തു, അത് കൊടുത്തു. അപ്പൊ എനിക്കത് ഉപകാരത്തിൽ ഞാൻ എന്ത് ചെയ്തു, തിരികെ അത് പ്രത്യുപകാരമായി ചെയ്തു. മക്കൾ അമ്മയപ്പന്മാർക്ക് ഈ പ്രത്യുപകാരം ചെയ്യണോ? അത് അതെങ്ങനാ നമ്മളെന്നെ രൂക്ഷമായിട്ട് നോക്കുന്നത്, ഷാജി പാസ്റ്റർ അങ്ങോട്ടായി പോകുന്നത്. പിന്നെ നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണെന്നേ, അല്ലാതെ വേറെ പലർക്കും പറയാനുള്ള പോയി ഞാൻ അവിടെ ചെല്ലും പറയും. ഇവിടെ പറഞ്ഞ ഇവിടെ ഉള്ളവർക്ക് തന്നെയാണ്, വേറെ ആർക്കും, നിങ്ങൾക്ക് തന്നെ. ഷാജി നന്നായിട്ട് ഏറ്റെടുത്തോണം. സ്തോത്രം. കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം. ഞാൻ വെറുതെ ഇത് പറയാം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രസംഗം എന്റെ വൈഫും മോളും കേൾക്കാത്ത ഒരൊറ്റ പ്രസംഗം ഞാൻ ഒരിടത്തും പ്രസംഗം അല്ലെങ്കിൽ ചോദിച്ചു നോക്കൂ. ഞാൻ വാക്കി എടുത്തപ്പോഴും പെട്ടെന്ന് വാക്യം വായിച്ചതിന്റെ കാര്യം അറിയാമോ? കുറിവാക്കി എടുത്തപ്പോഴേ ഞാൻ ഏതെല്ലാം പോകുന്ന പുള്ളിക്കാർക്ക് അറിയാം. അതാ പെട്ടെന്ന് ഈ വാക്യം വായിച്ച് കേൾക്കാത്ത പ്രസംഗം ഒരിടത്തും പ്രസംഗിച്ചില്ല. തന്റെ ഇടത്തോടെ പറയാം, ശ്രദ്ധിക്കണേ, മക്കൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം. എങ്ങനെ ചെയ്യണം? അവര് നമുക്ക് ചെയ്തതൊക്കെ തിരിച്ച് നാം അവർക്ക് ചെയ്യണം. എങ്ങനെ പറയാം? ഹാനാമാളോ ഉണ്ടായപ്പോഴേ ഇതേ വലിപ്പത്തിലല്ലാണോ? അല്ല, ഒരു കൊച്ചു കുഞ്ഞായിരുന്നു. ജനിച്ചപ്പോ അല്ലേ ഈ ഇവിടെ മാധ്യവസങ്ങൾ രാജാവിനൊക്കെ സന്തോഷം. ഇപ്പോഴും ഹാനാമോക്ക് പരീക്ഷയാണ് അങ്ങനെയാന്നൊക്കെ രാജാവിക്ക് പറയുമ്പോഴും എന്തോ ഒരു ആവേശവും സന്തോഷവും ഈ ചിലപ്പം ചില മനപ്രയാസവും ഒക്കെ വെച്ചോണ്ടാ പറയുന്നത്. കാരണം കൊച്ചു കുഞ്ഞിനുള്ള സ്നേഹം, അല്ലേ? ഒരു കൊച്ചു കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ മാതാപിതാക്കളുടെ സന്തോഷം ഭയങ്കരമാണ്. ഒരു കുഞ്ഞിനെ കൈ കിട്ടുന്നല്ലേ, അതിനെ ലാളിക്കാൻ, ഓമനിക്കാൻ, കൊണ്ടു നടക്കാൻ, കൂടെ കളത്തി ഉറക്കാനൊക്കെ എന്തോ ഒരു ആവേശമാണ്. ശരിയല്ലേ? യെസ്. ഇനി മുഴുവൻ നിങ്ങൾ ആരും സ്തോത്രം പറയരുത്, ഹല്ലേലൂയയും പറയരുത്, ഒരു കാരണവശാലും ആത്മാവിനും നിറയരുത്. ഞാൻ പറഞ്ഞു ശാന്തമായി കേട്ടാൽ മാത്രം മതി. കേൾക്കാൻ ബുദ്ധിമുണ്ടെങ്കിൽ ഫാനും കൂടെ ഞാൻ നിർത്താം, എന്നാലും കേൾക്കണം. സ്തോത്രം. മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം. എങ്ങനെ ചെയ്യണം? ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് പ്രായമാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അറിയണം. എന്നിട്ട് അവര് നമുക്ക് ചെയ്തൊക്കെ തിരിച്ചങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ ദൈവം പ്രസാദിക്കുന്ന. അല്ല, രാവിലെ ഒരു പാ ചവിട്ടി കീറിക്കൊണ്ട് രക്തം ഞാൻ ലോറി പറഞ്ഞാൽ പ്രസാദിക്കുന്നല്ല. സ്തോത്രം. ഒരു കുഞ്ഞ് ജനിച്ചു, അതിനെ കൈകെട്ടിയപ്പോൾ മാതാപിതാക്ക് ഭയങ്കര സന്തോഷമായി. ശരിയല്ലേ? കുഞ്ഞിനെ ഉറക്കി കിടത്തി. എന്നുവെച്ച് കുറുക്കുണ്ടാക്കാൻ വേണ്ടി മമ്മി കിച്ചണിലേക്ക് പോയപ്പം ബെഡ്റൂമിൽ നിന്ന് കരച്ചിൽ കേട്ടു. കുഞ്ഞിനെന്ന് കരയുക. അപ്പൊ മനസ്സിലായി എന്തെങ്കിലും മൂത്രം ഒഴിച്ച് അല്ലെങ്കിൽ വയറ്റിന് പോയിട്ടുണ്ട്. ഈ രണ്ട് കറത്തല്ല, ഉറക്കത്തിൽ കൊച്ചി ചാടി എഴുന്നേറ്റ്, അല്ലേ? കുറുക്കുണ്ടാക്കാനും പാല് കാച്ചാനും നിന്ന മമ്മി പെട്ടെന്ന് അതാ വിട്ട് ഓടി വന്നിട്ട് ആ കുഞ്ഞിനെ അയ്യടാ വാവേന്ന് ചക്കരെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? പെട്ടെന്ന് കോരി എടുത്തിട്ട് നനഞ്ഞ അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് അപ്പിട്ടോന്നൊക്കെ ചോദിച്ച് ആ കുഞ്ഞിനെ ലാളിച്ച് കയ്യിലെടുത്തിട്ട് ആ നനഞ്ഞ ഡ്രസ്സ് പതുക്കെ മാറ്റി വേറെ തുണി എടുത്ത് അതിനെന്ത് തുടച്ച് വൃത്തിയാക്കി, അല്ലേ? എന്നിട്ട് കട്ടിലേക്ക് കിടത്തി ചില പൗഡറും ഒക്കെ ഇട്ട് വേറെ ഡയപ്പറും ഒക്കെ എടുത്ത് ഉടിപ്പിച്ച് തൊടയിലൊരു തട്ടുമൊക്കെ കൊടുത്ത് ആ കുഞ്ഞിനെ ഉറക്കും വീണ്ടും. ശരിയല്ലേ? ഇതേ ഈ കാര്യം മാതാപിതാക്കൾക്ക് ചെയ്യണം. പറയാം, ജനിച്ച് വീണ് കിടന്നപ്പോൾ തിരിഞ്ഞു കിടക്കാൻ പോലും ശേഷിയില്ലാതെ മലമൂത്ര വിസർജനം ചെയ്ത് കിടന്ന നമ്മെ അപ്പനും അമ്മയ്ക്ക് ഒരറപ്പും തോന്നിയില്ല. നമ്മൾ മൂത്രം ഒഴിച്ചപ്പോൾ, നമ്മുടെ വയറിളകിയപ്പോൾ ഏതെങ്കിലും അപ്പം ദേഷ്യപ്പെടാ കട്ടിലെട്ടെന്നാണോ വയറിളകി ചോദിച്ചോ? ഇല്ലല്ലോ, ഇല്ല. മറിച്ച് സന്തോഷമായിരുന്നു. ഓടി വന്നെടുത്ത് പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് അവിടെ കിടത്തി ഉറക്കിയതുപോലെ വളർത്തി പ്രാപ്തിയായ ഈ അപ്പനും അമ്മയും അവരുടെ ആരോഗ്യം ക്ഷയിച്ച് ശൈശവ ദശയിലെ കുഞ്ഞിന്റെ അവസ്ഥയിലേക്ക് ഈ അപ്പനും അമ്മയും മാറും.
കിടപ്പിക്കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരു കാലം ഈ അപ്പനും അമ്മയ്ക്കുണ്ടാകുമ്പോൾ നമുക്ക് ചെയ്ത അതേ ശുശ്രൂഷ തലമുറ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കണം. അതിന് ഹോം നേഴ്സിനെ നിർത്തുക അല്ല ചെയ്യേണ്ടത്. ഏത് ഉഗാണ്ടയിലും സ്വിറ്റ്സർലൻഡിലും ഫിലഡൽഫിയയിലും ആയിരുന്നാലും ശരി, അവിടെ കാണണം. നമ്മളെ വളർത്താൻ ഹോം നേഴ്സിനെ ആണോ അപ്പനും അമ്മയെ ഏൽപ്പിച്ചേ? ഈ ലോകത്തിന് വന്നത് അബദ്ധമായെന്നും പറഞ്ഞാൽ നിങ്ങളുടെ ഇരിപ്പ്. അബദ്ധമായാലും ശരി, ഇല്ലെങ്കിലും ശരി, ഒറ്റ ഒരെണ്ണം ക്ലോക്കെ നോക്കരുത്. ഞാൻ പറഞ്ഞു തീർത്തിട്ടേ നിർത്തുള്ളൂ. പാസ് ഇനി പ്രസംഗിക്കുന്നുണ്ട് ഇല്ലല്ലോ, ഇനി ബാക്കി കൊണ്ട് നാളെ പറഞ്ഞാൽ മതി. ഞാൻ പാസ്റ്റർ സമയം കൊണ്ട് കവർന്നെടുക്കുക, എന്നാലും എനിക്ക് തീർക്കാൻ നോക്കും. അതിന് ഇല്ല, എന്നെ നോക്കി ആരും കണ്ണടച്ച് ധ്യാനിക്കേണ്ട. ഒരു ദർശനമില്ല, എന്നെ മാത്രം നോക്കിക്കേ. നമ്മളല്ലേ പെട്ടെന്ന് ഒരു രക്തം ജോയം വേണ്ട, കണ്ണ് തുറന്നിരുന്നാൽ ഞാൻ പറഞ്ഞോളാം. എനിക്ക് ഏതായാലും ഇനി രക്തം ജയം റോഡി പറഞ്ഞാൽ ദൂത് വരുന്ന ഉപദേശിച്ചല്ല. നിങ്ങൾ മിണ്ടാതിരുന്നാലും എനിക്ക് പ്രസംഗിക്കാൻ നോക്കുള്ളൂ. വെള്ളം വെക്കുന്ന എനിക്ക് പ്രശ്നം. അവിടെ ശ്രദ്ധിച്ചേ, അങ്ങനാണല്ലോ, ശരിയല്ലേ? അപ്പോഴേ ഈ നമുക്ക് ചെയ്ത കാര്യം കുഞ്ഞുങ്ങൾക്ക് അപ്പനും അമ്മ ചെയ്ത അതേ ശുശ്രൂഷ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് ചെയ്യണം. മനസ്സിലാകുന്നോ? ഹനാമോളെ കാണാൻ എന്ത് സുന്ദരിയായി ഇപ്പൊ അല്ലേ? അതിന്റെ കാര്യം എന്നറിയാമോ? വേറൊരു മീനിങ് അല്ലേ ഞാൻ പറഞ്ഞത്. പപ്പായും മമ്മിയും കല്യാണം കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന മുടി അല്ല പപ്പായ്ക്ക് ഇപ്പൊ. ഓരോ ദിവസം കഴിയും തോറും പപ്പായുടെ മുടിയുടെ എണ്ണം കുറയുന്നു, കവിളിന്റെ തുടിപ്പ് കുറയുന്നു. പപ്പായും മമ്മിയും കല്യാണം കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന സൗന്ദര്യം അല്ല മമ്മിക്ക് ഇപ്പോഴുള്ളത്. അന്നത്തെ നിറമല്ല ഇപ്പോഴുള്ളത്. സൗന്ദര്യം കുറയുന്നു, കവിൾ ഒട്ടുന്നു. വായ് അവർ രണ്ടുപേരും കവിൾ ഒട്ടിയതാണ് മോടെ കവിൾ തുടുക്കാൻ കാരണം. യു ഗോട്ട് ഇറ്റ്? എനിക്കറിയാവുന്നവരായതുകൊണ്ട് മാത്രം പറഞ്ഞാണ്, നിങ്ങൾക്കും കൂടെ ബാധകമാണ്. പേരറിയാവുന്ന കൊച്ചിന്റെ മാത്രമല്ല, അതുകൊണ്ട് പറഞ്ഞതാ. മനസ്സിലാകുന്നോ? മറക്കരുത്, നമുക്ക് ചെയ്ത് തിരികെ ചെയ്തു കൊടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. അതാണ് ദൈവപ്രസാദമുള്ളത്. നമ്മൾ ജനിച്ച് 3-ാം ദിവസം കട്ടൻ ചാടി ഇറങ്ങി നടക്കുമായിരുന്നോ? അല്ല. നമ്മൾ നടക്കുന്നതാണ് മാതാക്കൾക്ക് എന്തൊരു സന്തോഷമായിരുന്നല്ലേ? മുട്ട നീന്തുമ്പോഴും അത് വീഴുമെന്നറിയാൻ നോക്കി നിൽക്കും. കാരണം അത് കാണുന്നത് മാതാക്കൾക്ക് ഒരു സന്തോഷമാണ്. പതുക്കെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമ്പോഴല്ലോ അപ്പനമ്മ ഇടത്തും വലത്തും നിൽക്കും അല്ലേ? നമ്മൾ ഓരോ ചൂടും പൊക്കിച്ചവിട്ടുന്ന കാണാൻ അവർക്ക് സന്തോഷമാണ്. 2 ചുവട് നടക്കുന്ന കാണാൻ അവർക്ക് സന്തോഷമാണ്. ഇടത്തും വലത്തും നിന്ന് നമ്മെ നടക്കാൻ പഠിപ്പിച്ചു. ആ അപ്പനും അമ്മയ്ക്കും ആരോഗ്യം ക്ഷയിച്ച് തനിയെ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തൊരു കാലം വരും. മനസ്സിലാകുന്നുണ്ടോ? പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ അതിന് പോലും മറ്റവരുടെ സഹായം വേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ നമ്മെ ബുദ്ധിമുട്ടിക്കേണ്ട, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളെ ശല്യപ്പെടുത്തിരിക്കാൻ തന്നെ എഴുന്നേറ്റ് കട്ടിലേലും ഭിത്തിയിലൊക്കെ പിടിച്ച് ബാത്റൂമിലേക്ക് പോകാൻ ശ്രമിക്കും പ്രായമുള്ളവര്. അങ്ങനെ പോകുമ്പോൾ ചിലപ്പോ തെഞ്ഞൊന്ന് വീണെന്ന് വന്നേക്കാം. അന്നേരം ചാടി എന്തോ കാണിക്കാൻ പോയതാ, ഉരുണ്ട് വീട് കാര്യങ്ങൾ ഓടിക്കുന്ന ഞാൻ വേണം നോക്കാൻ എന്ന് പറയാൻ നാവ് പൊങ്ങരുത്. മനസ്സിലായോ? സ്തോത്രം. മറിച്ച് നമ്മെ നടക്കാൻ പ്രാപ്തരാക്കിയ മാതാപിതാക്കളെ ഇരുവശവും കാണണം. നമ്മൾ വീഴാതെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ, അവരുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ വേണം. ഇത് വേണം സഭയെ പഠിപ്പിക്കാൻ. സ്തോത്രം. 360 ദിവസം ദാവീദും ഗോലിയാത്തും. ഞായറാഴ്ച ദാവീദ് എറിയയില്ല, ഗോലിയാത്ത് വീഴുകയില്ല. 3 വർഷം ഒരു പാസ്റ്റർ ദാവീദും ഗോലിയാത്തും കൊണ്ട് നിൽക്കുന്നത്. എന്നാൽ ഒരാഴ്ച നിന്ന് എറിയണ്ടേ? പുള്ളി എറിയത്തില്ല. കാരണം അടുത്ത ആഴ്ച സമയം പോയത് കൊണ്ട് ബാക്കി കല്ല് ഞാൻ പിന്നെ ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞ് പുള്ളി വിടും. പിന്നെ അടുത്ത ആഴ്ച ബാക്കി. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്, സഭയിൽ ഈ ദാവീദും ഗോലിയാത്തും കളി എല്ലാവരും ഇല്ലല്ലോ. ഉണ്ടോ? ഞാൻ ദൈവപ്രസാദമുള്ള കാര്യം പറഞ്ഞു വരുന്നത്. നിങ്ങളെ തിമോഥെയോസ് ലേഖനം നന്നായിട്ട് അറിയുന്ന ആരെങ്കിലും വിളിച്ച കാശ് മുടക്കി കുത്തിന്ന് പഠിക്കണോന്നേ.
സ്വോത്രം. അതിനകത്തുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞേ. ഇനിയിപ്പോൾ എവിടെയായാലും നിങ്ങൾ യോഗം കഴിയുമ്പം വിശന്ന് പോകാതിരിക്കാൻ ചെറിയൊരു ക്രമീകരണം, ബാക്കി വീട്ടിൽ പോയി കഴിക്കുക. പരവേശം മാറാവുള്ളൂ, മാത്രം ക്രമീകരിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തിനാണെന്നറിയില്ല കാര്യം പറഞ്ഞേട്ടാ. നിങ്ങൾ ജനിച്ച് അല്പം ഈ കുഞ്ഞു പല്ലൊക്കെ വന്നപ്പോഴേ നിങ്ങൾ ആഹാരം കഴിച്ചത് എങ്ങനെയാ? പൊറോട്ടയും ചിക്കൻ എടുത്തും തന്നു, അത് കഴിക്കായിരുന്നോ? അല്ല, അപ്പച്ചനും അമ്മച്ചിയായിരിക്കും നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ ശീലിപ്പിച്ചാൽ അല്ലേ? അങ്ങനെ ആയിരിക്കും. അത് രാജ്യാൻ്റെ ആയിരിക്കും ഹാനയ്ക്ക് ഫുഡ് കൊടുത്തതിൻ്റെ ചിന്ത. ആ ചോറൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ കൊടുത്താൽ കുഞ്ഞിന് കഴിക്കാൻ പറ്റാതെ വരുന്നതിന് രാജാന്റെ ഒരു കാര്യമുണ്ട്. ആ 2-3 ചോറും പറ്റെടുത്തിട്ട് കയ്യിലിട്ടൊന്ന് ഞെരടി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട നാവി വെച്ച് കൊടുത്ത് കുഞ്ഞിനെ ഭക്ഷണം കഴിക്കാൻ ശീലിപ്പിച്ചു. കാരണം പല്ലു വരുന്നുള്ളൂ, മോണ മാത്രമേ ഉള്ളൂ അല്ലേ, ഗമ മാത്രമല്ലേ ഉള്ളൂ, ടീത്തൊന്നും വന്നിട്ടില്ല. അപ്പൊ ഈ ചെറിയ 3-4 ചോറും പറ്റെടുത്തൊന്ന് ഞെരടി കുഞ്ഞിന്റെ നാവിൽ കൊടുത്താണ് കഴിക്കാൻ ശീലിപ്പിച്ചത്. മാതാപിതാക്കളുടെ ആരോഗ്യം ക്ഷയിച്ച് ഒരുള്ള ചോറ് സ്വന്തം കൈ കൊണ്ട് വാരിയെടുത്ത് കഴിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഞാൻ ഇപ്പൊ പറഞ്ഞാലും മറക്കരുത്. അമ്മയുടെ അടുത്തിരുന്ന്, അപ്പന്റെ അടുത്തിരുന്ന് അവരുടെ ആ ശാരീരികമായ ക്ഷീണം ക്ലേശം മനസ്സിലാക്കിയിട്ട് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ശീലിപ്പിച്ച വിധം എങ്ങനെയാണ് തിരിച്ചറിഞ്ഞിട്ട് അടുത്തിരുന്ന് ക്ഷമയോടെ കുറേശ്ശെ അത് കഞ്ഞിയായിട്ടാണെങ്കിൽ അങ്ങനെ അല്ല, മെക്സിക്കകത്ത് അടിച്ചാണെങ്കിൽ അങ്ങനെ പതുക്കെ സ്പൂൺ കൊടുത്ത് വാ തുറന്നാട്ടെ അമ്മേ, പതുക്കെ മതി കേട്ടോ, പെട്ടെന്ന് കഴിക്കരുത് എന്നൊക്കെ. വേണേ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ചൂടാകാനുള്ള കാര്യമല്ല ഞാൻ ഈ പറഞ്ഞേ. ഞാൻ കുറെ നേരം ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് 100 കൂട്ടം പണിയുണ്ട് എന്ന് നീ പറയരുത്. 100 കൂട്ടം പണി എന്ന് പറഞ്ഞ് നിന്റെ അപ്പനും അമ്മയും അന്ന് പോയിരുന്നെങ്കിൽ നീ പരുവത്തിൽ കാണുകയാണ്. ഉണ്ടാകുമോ? ഇവനും വിഷമിച്ചായിരിക്കുന്നെന്ന് തോന്നുന്നു ഇതെല്ലാം പറഞ്ഞ കേട്ട്. സ്തോത്രം. ഇവനൊരു ചിന്ത, ഈ ദൂതൊക്കെ എന്നോടാണ് മിക്കറും അത്ര ജോലി കളണ്ടായിട്ട് വരുമോ, കാരണം എനിക്കും ഉണ്ടല്ലോ അപ്പനും അമ്മ എന്നുള്ളത് നല്ല ചിന്തയാണ്. സ്തോത്രം. ജോലി കളയരുതേ, ദശാംശമൊക്കെ ഇനി വരാനുള്ള. സ്തോത്രം. ദശാംശം ഒന്നുമല്ല ഒക്കെ ഇവിടെ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? മറക്കരുത്, അത് ചെയ്തു കൊടുക്കാൻ വേണം. ആണ്ടെ ഈ പുള്ളി എന്ത് ചെയ്താ സമ്മതിക്കുകയില്ല. എനിക്കാണ് ഒത്തിരി കാര്യം പറയാനുണ്ട്. സമയം പോയി, നമ്മുടെ സമയം കഴിഞ്ഞില്ല. ബസ് അവസാനിപ്പിക്കട്ടെ, ബാക്കി ഞാൻ പിന്നെ എപ്പോഴും പറയാം. ദൈവപ്രസാദം വേണം. ഒറ്റ വാക്കി പറയാം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഏറ്റവും നല്ല മാർഗം മാതാപിതാക്കൾ നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടതയെല്ലാം അവരുടെ ആരോഗ്യം ക്ഷയിച്ച് തനിയെ ത്രാണിയില്ലാത്ത കാലം വരുമ്പോൾ തിരികെ ചെയ്യുന്നുവെങ്കിൽ തിരുവെട്ട് പറയുകയാണ്, അതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദം. മറക്കരുത്, എപ്പോഴും നമുക്ക് അവരെ കുറിച്ചൊരു ചിന്തയാ. ഇപ്പോൾ മാതാപിതാക്കൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ആരോഗ്യവും ശേഷിയും പ്രാപ്തിയുള്ളവരായി മാറുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മറ്റൊന്നുമല്ല, മാതാപിതാക്കളുടെ ചിന്തയാണ് വേണ്ടത്. ഇതൊക്കെ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഒക്കത്തില്ലെന്നേ. സ്തോത്രം. നമ്മൾ പേപ്പറിനകത്ത് കണ്ടില്ലേ, വേണ്ടി വന്ന സാറിന് നെഞ്ചത്ത് അടുപ്പ് കൂട്ടുന്ന തലമുറ ഇപ്പൊ. സ്തോത്രം. പേപ്പറിനകത്ത് വായിച്ചായിരുന്നു, പഠിപ്പിക്കുന്ന അധ്യാപകന്റെ കാലും കൈയും വെട്ടിട്ട് അധ്യാപകൻ നെഞ്ചത്ത് അടുപ്പ് കൂട്ടുമെന്ന് കോളേജ് വാദിക്കുന്നുണ്ട് ഈങ്കിലാ വിളിക്കുന്ന തലമുറയുടെ നടുവിൽ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ ഇത് പറയുന്നേ? സ്തോത്രം. കൃപയാൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകൃപയിലും ദൈവഭക്തിയിലും വളർത്താൻ ദൈവം കൃപ നോക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന സമയം അല്പം മുന്നോട്ട് പോകുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. എങ്ങനെ ഞാൻ അവസാനിപ്പിക്കട്ടെ. മറക്കരുത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അതാണ് ബുദ്ധിയുള്ള ആരാധന. നമ്മുടെ ആത്മജീവിതം എല്ലാ അർത്ഥത്തിലും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുന്നു.